ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിംഗ്. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് മൂവി അപ്ഡേറ്റ്സുകളുമായിട്ടാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. പാൻ ഇന്ത്യൻ മാസ് ചിത്രമായിട്ട് വിജയ് ദേവർകൊണ്ട എത്തുകയാണ്. 1854-78 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പോരാളിയുടെ കഥയാണ് ഈ ഒരു ചിത്രം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളെല്ലാം തന്നെ സൂചനപ്പെടുത്തുന്നത്. യുവ സംവിധായകനായിട്ടുള്ള രാഹുൽ സംസ്കൃതിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. VD14 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രം മൈത്രി മൂവി മേക്കേഴ്സ് ആണ് നിർമ്മിക്കുന്നത്. ടാക്സിവാല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിജയ് ദേവർകോണ്ടയും അതേപോലെ തന്നെ സംവിധായകൻ രാഹുലും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഈ ഒരു VD14 എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അവർ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്പം എന്ന് പറയുന്ന ഒരു സിനിമ പടം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ പോവുകയാണ്. പ്രിയദർശൻ തന്നെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുക്കുന്നത്. ചിത്രത്തിൽ സെയ്ഫ് അലി ഖാൻ ആയിരിക്കും മോഹൻലാൽ, അതായത് ലാലേട്ടന് പകരം ഈ ഒരു സിനിമയുടെ ഹിന്ദി റീമേക്ക് വേർഷനിൽ സെയ്ഫ് അലി ഖാൻ അദ്ദേഹമായിരിക്കും നായകൻ എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഒപ്പം സിനിമയുടെ ഹിന്ദി റീമേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? തീർച്ചയായും നിങ്ങൾ കമന്റിൽ പറയുക. പ്രഭാസിന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഈ ഒരു കൽക്കി സിനിമയിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവും ഭാഗമാകുന്നു. അതായത് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു അദ്ദേഹവും ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളും അത് തന്നെയാണ് പറയുന്നത്. കൽക്കി 2898 AD വിഷ്ണു എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുക പ്രഭാസ് ആവുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു കൽക്കി സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ ഒരു കൽക്കി സിനിമയിൽ പ്രഭാസിനൊപ്പം തന്നെ മഹേഷ് ബാബു അദ്ദേഹം എത്തുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമയിൽ പ്രഭാസിനൊപ്പം മഹേഷ് ബാബു എത്തുകയാണെങ്കിൽ സംഭവം വേറെ ലെവലാവുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾക്ക് അറിയത്തില്ല. കാരണം ഈ ഒരു സിനിമ റിലീസായാൽ മാത്രമേ നമുക്ക് കൂടുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. മമ്മൂക്കയുടെ റിലീസ് ആവാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പടത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വളരെയധികം വൈറലാണ്, ട്രെൻഡിങ് ആണ്. എന്താ പറയുക, അതിൽ മമ്മൂക്കയുടെ കുറച്ച് ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ ആ ഒരു ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. പിന്നെ ഈ ഒരു ടർബോ സിനിമയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിന് വേണ്ടി. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ പറയുക. നടിപ്പിൻ നായകൻ സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 44 എന്ന് പറയുന്ന ഒരു സിനിമ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സൂര്യ 44 എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന ഈ ഒരു സിനിമയിൽ നടിപ്പിൻ നായകൻ സൂര്യ അദ്ദേഹത്തിനൊപ്പം ജോജു ജോർജും എത്തുമെന്നാണ്. നിലവിൽ മണിരത്നം കമൽ ഹാസൻ ചിത്രമായിട്ടുള്ള തഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ചിത്രീകരണത്തിലാണ് ജോജു ജോർജ് ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹം ആ ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന് ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് പിന്മാറുന്ന സമയത്ത് ഈ ഒരു സൂര്യയെ നായകനാക്കി കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന ഈ ഒരു പുതിയ ചിത്രത്തിലേക്ക് സൂര്യയ്ക്കൊപ്പം ജോജു ജോർജും പ്രധാന കഥാപാത്രമായിട്ട് ഈ ഒരു സൂര്യ 44 സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ തഗ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ജോജു ജോർജ് പുള്ളി സൂര്യ 44 എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു നടിപ്പിൻ നായകൻ സൂര്യ അദ്ദേഹത്തിൻ്റെ സൂര്യ 44 എന്ന് പറയുന്ന ഒരു പടത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? സോ ഗൈസ്, നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. തളപതി വിജയെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതായത് ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇപ്പോൾ പടത്തിന്റെ ഭാഗത്ത് നിന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് സംഭവമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. റിലീസിന് മുൻപേ തന്നെ ചരിത്ര നേട്ടവുമായി തളപതി വിജയ് ചിത്രം ഗോട്ട് എന്ന് പറയുന്ന ഈ ഒരു സിനിമ 93 കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കി. ലിയോയുടെ റെക്കോർഡാണ് ഇതോടുകൂടി മറികടന്നിരിക്കുന്നത്. എല്ലാ ഭാഷകളിലെയും സാറ്റലൈറ്റ് അവകാശം 93 കോടി രൂപയ്ക്ക് നേടിയെന്നാണ് ഇന്ത്യ ഗ്ലീഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഗോട്ട് സിനിമയെക്കുറിച്ച് സൗത്ത് ഇന്ത്യയിലെ ലിയോയുടെ ആ ഒരു സാറ്റലൈറ്റ് 73 കോടി രൂപയ്ക്കായിരുന്നു വിറ്റുപോയത്. ഇത് മറികടന്നതോടെ തന്നെയാണ് തമിഴ് സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയർന്ന സാറ്റലൈറ്റ്
ഡീലായി ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ ലിയോയുടെ ആ ഒരു സാറ്റലൈറ്റ് റെക്കോർഡ് ഇപ്പോൾ ഗോട്ട് സിനിമ മറികടന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ലിയോയുടെ പല റെക്കോർഡുകളും ഈ ഒരു ഗോട്ട് സിനിമയിലൂടെ തന്നെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സോ ഗൈസ്, അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഗോട്ട് സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? നിങ്ങൾ തീർച്ചയായും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു വലിയ പ്രോത്സാഹനം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ള മൂവി അപ്ഡേറ്റ്സുകളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സിനിമകളിൽ നമ്മൾ ഇത്രയും പറഞ്ഞ മൂവി അപ്ഡേറ്റ്സുകളിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്? അത് ഏതാണെന്ന് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. എന്തൊക്കെയായാലും അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ ഗൈസ്, ബൈ.